PV അൻവറിനെ അപ്പുറത്ത് കൊണ്ടുപോയി കെട്ടിയതുപോലെ എന്നെയും അപ്പുറത്ത് കൊണ്ടുപോയി കെട്ടാം എന്നുള്ള നിലക്കാണ് സത്യത്തിൽ അങ്ങനെ ഒരു ആവേശത്തിലാണ് നിങ്ങൾ വന്നത്. അത് യെസ് അല്ല, അതുണ്ടാക്കിയത് നിങ്ങളെ ശരിയായിട്ട് കിട്ടാൻ അങ്ങനെ ചില ട്രിക്കുകൾ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നു. നിങ്ങളല്ലേ എല്ലാവരെയും നിങ്ങളാണ് സാധാരണ പരാജയപ്പെടുത്തുന്നത് അല്ലേ? അങ്ങനല്ല, അത് അവർക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, അവർക്ക് ഒരു സംശയവും ഉണ്ടായിട്ടില്ല. ഇന്റെ കാര്യത്തിൽ പാർട്ടി അണികൾക്ക് വല്ല സംശയവും ഉണ്ടായിരുന്നു എങ്കിൽ ഇന്നത്തെ പുസ്തക പ്രകാശനത്തിന് ബ്രിട്ടാസ് വരുമോ? ഇന്നത്തെ പുസ്തക പരിചയപ്പെടുത്തലിന് പിന്നെ MM നാരായണൻ മാഷ് വരുമോ? അതേന്ന്, അത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വിളിച്ചു ചോദിച്ചു, നിങ്ങളെപ്പോലുള്ള ആളുകൾ വിളിച്ചു ചോദിച്ചു. അദ്ദേഹത്തിന് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല, എനിക്കും യാതൊരു സംശയമില്ല. ഞാൻ പാർട്ടിയോട് അസന്നിഗ്ധമായി പറഞ്ഞിട്ട് എനിക്ക് കഴിയില്ല, എനിക്ക് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ, സന്തോഷങ്ങൾ, ഇതൊക്കെ ഓരോ ഘട്ടത്തിലും വ്യത്യസ്തമാകും. എനിക്ക് കുറച്ച് ഇപ്പൊ നമ്മുടെ ഫാമിലിയും എല്ലാം ഉണ്ടല്ലോ, അവരുമായിട്ടും കുറച്ച് പിന്നെ നമ്മളുടെ ഈ ആരോഗ്യമൊക്കെ ഉള്ള സമയം അവരുടെ കൂടെയും കൂടി എനിക്ക് ചെലവഴിക്കണം. ഒരിക്കലും എനിക്ക് മത്സരിക്കാൻ ഒരു താല്പര്യവുമില്ല. അതൊക്കെ വരാൻ പോണ കാര്യമില്ല, അതൊക്കെ നിങ്ങൾ അൻവറിനോടല്ലേ ചോദിക്കേണ്ടത്, എന്നോടല്ലല്ലോ. പാർട്ടി രൂപീകരിക്കുന്ന ആളോടാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. PV പറയുന്നത് നാളെ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെ പോലും ഈ 152 കേസിൽ ഒരാളെ പോലും അന്വേഷണ സംഘം പോയി അതൊരു റാൻഡം ചെക്കിംഗ് നടത്തിയാൽ അതിന്റെ ഏകദേശം കിട്ടുമല്ലോ. ഈ 150 അല്ല, അങ്ങനല്ല, ഒരിക്കലല്ല. അതൊക്കെ എങ്ങനെ നമുക്ക് ഇപ്പൊ പറയാൻ വേണ്ടി പറ്റുക? റിപ്പോർട്ട് സമർപ്പിക്കട്ടെ, ആ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ എന്താണ് എന്ന് അറിയട്ടെ, എന്നിട്ട് നമുക്ക് അതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ പോരെ. അങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇപ്പൊ എനിക്കെതിരായിട്ട് എന്തൊക്കെ ആക്ഷേപങ്ങൾ വന്നു, ഞാൻ ആരും കുറ്റം പറയില്ല, നിങ്ങൾ ആരും കുറ്റം പറയില്ല. കാരണം നിങ്ങളൊക്കെ ആ സമയത്ത് അതേ വിചാരിക്കൂ, അങ്ങനെ സംശയിക്കൂ. പക്ഷേ 4 അന്വേഷണ ഏജൻസികൾ ഇന്നെ ആകെ ചവിട്ടിക്കൂട്ടി പിന്നെ അന്വേഷിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോ? 4 അന്വേഷണ ഏജൻസികൾ, എനിക്കെതിരെ 3 കേസുകൾ. ഒന്ന് നിയമസഭയുടെ, അങ്ങനല്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു അധ്യാപക ദിനത്തിന്റെ അന്ന് ആസ് എ ടീച്ചർ, അധ്യാപകൻ എന്നുള്ള നിലയ്ക്കുള്ള ഒരു വികാര പ്രകടനം ആ സമയത്ത് ഞാൻ നടത്തിയിട്ടുണ്ട്. ആസ് എ ടീച്ചർ എന്നുള്ള നിലക്കാണ് ഞാൻ അന്നത് പറഞ്ഞത്. ഏത് അങ്ങനെയല്ല, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ ഒരു കയ്യബദ്ധം പറ്റിയാൽ അതിനെ സംബന്ധിച്ച് നമുക്കൊരു, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്കത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അത് സത്യമാണ്. അപ്പൊ അതിപ്പോ കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ പറഞ്ഞിരുന്നത്, ഇപ്രാവശ്യം പിന്നെ മത്സരിക്കാൻ സീറ്റ് കിട്ടൂല. 4 പ്രാവശ്യം ഞാൻ ഇവർക്ക് സമയം കൊടുത്തു പ്രശാന്തെ തോൽപ്പിച്ചില്ല. ആരെ കിട്ടാൻ? ഇത്രയല്ലേ മത്സരം പറ്റുള്ളൂ. ഇനി മത്സരിക്കണം എന്നുണ്ടെങ്കിൽ മത്സരിക്കണം എന്നുണ്ടെങ്കിൽ പൈസ പോലും തരണം, മത്സരിക്കാനുള്ള പൈസ കൂടി പോലും തരണം.